എന്റെ കുട്ടുവിന് മധുരമായ ജീവിതമേകിയ എത്രയോ മധുരമായ രാഗങ്ങൾ കോർത്ത് എന്റെ സ്വന്തം കുട്ടുവിനോട് മധുബാലകൃഷ്ണൻ. ഇത് ഇവർക്കുള്ള കത്ത്. മധുചേട്ടന് ഒരു കത്ത് കിട്ടിയാൽ ഒരുപാട് സന്തോഷമാവോ ഈ ഒരു നിമിഷം? സന്തോഷമാവും. ചേച്ചി പൊതുവെ കത്തൊക്കെ എഴുതി തരാറുള്ള ആളാണോ? ഇങ്ങനെ മ്യൂസിക്കിനായിട്ട് രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ വല്ലപ്പോഴും? ഞങ്ങൾ ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കത്ത് അയച്ചിട്ടില്ല. കത്തയക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇപ്പൊ ഫോണിൽ മെസ്സേജ് അയക്കാറല്ലേ? പണ്ട് കല്യാണത്തിന് മുമ്പ് ഫോൺ ഞാൻ വീട്ടുകാരറിയാതെ ഒരു ഫോൺ കൊടുത്തു. ഓക്കെ, എല്ലാം സേഫ് ആയിരുന്നു അവിടെ. കത്ത് എഴുതാൻ ഒരു രീതിയിലും നമ്മൾ ഒരു അവസരം ഒരുക്കിയിട്ടില്ല. ഇല്ല, എങ്കിൽ ഇവിടെ ഒരു അവസരം സമയങ്ങളുണ്ടല്ലോ, എല്ലാം ഫാസ്റ്റ് ആയിട്ട് നടക്കണം. ഓക്കെ, അപ്പൊ എന്തായാലും ഇവിടെ അതിനൊരു അവസരം തരാണ്. കത്തിലൂടെ പ്രണയം അറിയിക്കാൻ. ചേച്ചി കത്തൊക്കെ എഴുതിയിട്ടില്ലേ? എഴുതിയിട്ടുണ്ട്. അപ്പൊ രണ്ടുപേരും വേദിയിലേക്ക് കടന്നു വരൂ. നമുക്ക് ആ കത്ത് പെട്ടെന്ന് തന്നെ ചൂടോടെ പൊട്ടിച്ച് വായിക്കാം. അപ്പൊ മധുചേട്ടാ, ചേച്ചി മധുചേട്ടന് വേണ്ടി എഴുതിയ കത്ത് ദാ കയ്യിലുണ്ട്. അപ്പൊ ചേച്ചി ദാ. ഇതൊക്കെ അപ്പൊ സംഭവിച്ചു. അതൊക്കെ സംഭവിച്ചു. ചേച്ചിക്ക് ടെൻഷൻ ഒന്നും ഇല്ലല്ലോ? മീനാക്ഷി വായിക്കാവോ? ഞാനോ? അല്ല, ചേച്ചിയുടെ ആ ഇമോഷനിൽ ചേച്ചി എഴുതിയതല്ലേ, അതേ ഇമോഷനിൽ വായിച്ചു. കുറച്ച് വിറച്ചാലും കുഴപ്പമൊന്നുമില്ല. അയ്യോ, വായിച്ചോളാം. ഞാൻ എഴുതിയതല്ലേ, ഞാൻ തന്നെ വായിക്കും. ഇത് മാറ്റിട്ട് വേറെ വേണ്ട വേണ്ട വേണ്ട, എന്താണോ എഴുതിയത് അത് തന്നെ വായിക്കണം. എല്ലാ ആവശ്യവും ഇത് മധുചേട്ടൻ മാത്രം വായിക്കുള്ളൂ എന്ന് വിചാരിച്ചു അല്ലേ? അയ്യോ, സോ ക്യൂട്ട്. ചേച്ചി ധൈര്യം. അയ്യോ, തനിക്കെന്തോ താഴെ ഇത് വായിക്കാൻ പറ്റുന്നില്ലേ? ഈ കത്ത് ഇങ്ങനെ ഒരു പബ്ലിക് ഫിഗർ ആവുമെന്ന് വിചാരിച്ചില്ല. ദിവ്യ എന്നാ ആദ്യത്തെ മാത്രം മാറ്റിക്കോ. അയ്യോ, അതാണ് ചേച്ചി ഹൈലൈറ്റ്. അത് മാത്രം പറയൂ. എന്നാ മധുചേട്ടൻ വായിച്ചോ. എന്നാ ഒരു വെറൈറ്റി. മധുചേട്ടാ, മധുചേട്ടനുള്ള കത്ത് മധുചേട്ടൻ തന്നെ വായിക്കണോ? വായിച്ചോ. ഞാൻ വായിച്ചാ മതി ഒന്ന്. വേണ്ട, നീ വായിക്കണ്ട. വൃത്തിയുടെ ശബ്ദത്തിൽ കത്തൊക്കെ കേൾക്കണ്ട. മീനാക്ഷി വായിച്ചോ. മാത്രം മാറ്റിക്കോ. എന്റെ കുട്ടുവിന് മധുരമായ ജീവിതമേകിയ എത്രയോ മധുരമായ രാഗങ്ങൾ കോർത്ത് മധുര മനോഹര ഗാനമാക്കിയ എന്റെ സ്വന്തം കുട്ടുവിനോട് എന്നുമെന്നും തീരാത്ത സ്നേഹം മാത്രം. സ്നേഹസാന്ദ്രമായ ആ ഹൃദയം അറിയാനും കരുതലോടെ ആ സമീപനം എന്നും അനുഭവിക്കാനും മന്ദാര പൂമൂളി എങ്ങു നിന്നോ വന്ന പഞ്ചവർണ്ണക്കിളി, ചെന്താർമഴി പോലുള്ള പ്രേമഗാനങ്ങൾ ഒട്ടുമേ മധുരിമ ചോരാതെ എല്ലാ അർത്ഥങ്ങളിലും എനിക്ക് മാത്രമായി കേൾക്കുവാനും സാധിക്കുന്നതിന് ഈശ്വരനോട് എന്നും നന്ദി മാത്രം. ഏറെ സ്നേഹത്തോടെ കുട്ടുവിന്റെ മാത്രം കുഞ്ഞു. നാടകം പോലെ. ഇതിലും വായിച്ചാ മതിയായിരുന്നു. ഇവളിച്ചിരി ഇമോഷൻസ് കൂടുതലിട്ടു ഇല്ല ചേച്ചി? ദിവ്യ പാട്ട് എഴുതാറുണ്ട്. അത് ഇങ്ങനെ ഈ ലെറ്റർ ഇങ്ങനെ എഴുതുന്നു ഞാൻ വിചാരിച്ചില്ല. കുട്ടുവിന്റെ സ്വന്തം നല്ല കവിതയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. കവിതയോ? കാവ്യാത്മകമായിരുന്നു അത്. എനിക്ക് ഭാഗ്യം ലഭിച്ചതിന് ഞാൻ എന്നോട് തന്നെ നന്ദി പറയുന്നു. ഇതേപോലെ എഴുതി പെട്ടു എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില്? ഇല്ലല്ലോ. ഓക്കെ, എന്താണ് ഈ കത്തിക്ക് കത്തിക്കോ ഈ കത്തിന് റിപ്ലൈ കൊടുക്കാനുള്ളത്? ഇങ്ങനെയൊക്കെ എഴുതി വെക്കുന്ന ഞാൻ വിചാരിച്ചില്ല. ദിവ്യയുടെ ഇതുവരെ കത്ത് കിട്ടാണ്ട് ഇങ്ങനെ ഒരു കത്ത് കിട്ടിയപ്പോഴേ ഇനി മേലാൽ നേരത്തെ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞ പോലെ എന്നെ ഇത്രയും വർഷങ്ങളായിട്ട് 24 വർഷങ്ങളായിട്ട് സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കുരുത്തം കെട്ട എന്നെ പല രീതിയിലും ഇത്രയൊക്കെ സഹിച്ച് ഇതുപോലെ ഒരുമിച്ച് ഈ നമ്മുടെ ലൈഫ് ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ വളരെ വളരെ സന്തോഷം. നന്ദി, നമസ്കാരം. നമസ്കാരം. എന്നാ ഒരു 2 പൂക്കളോടി നമുക്കൊന്ന് എക്സ്ചേഞ്ച് ചെയ്താലോ? റെഡി? ഇതെന്താ നിങ്ങൾ രണ്ടുപേരും കൈ നിറയെ ഗിഫ്റ്റുകൾ. ഇത് തഴപ്പായാന്ന് തോന്നുന്നു ചുറ്റിക്കൊണ്ട്. ആദ്യം പൂക്കളൊന്ന് കൈമാറിക്കോളൂ. ഇനിയും എന്റെ ജീവിതത്തിൽ എന്റെ അവസാന ശ്വാസം വരെ കൂടെ ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയിൽ ഇത്ര ചമ്മി നാറി നിൽക്കുന്ന ഒരു അവസരത്തിൽ എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? മധുചേട്ടൻ ഇത്രയും നാണം വന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല ഈ വേദിയില്. കുട്ടുവിന്റെ കുഞ്ഞു മധു പാടിയ പാട്ടുകളെല്ലാം കോർത്തിണക്കി ഇങ്ങനൊരു കത്ത് ആര് തരും? ആര് തരും? ഇനി ആര് തരും? ദിവ്യ തരും. ചേച്ചിക്ക് എന്താ പറയാനുള്ളത്?
തീർച്ചയായിട്ടും മധുചേട്ടനെ കുറിച്ച് പറയുമ്പോൾ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ നല്ലത് ഫാമിലി അല്ല, ജിൻജു ചേച്ചി പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ഫാമിലിയെയും ഒരേപോലെ നമ്മളെ പോലെ തന്നെ സ്നേഹിക്കുന്ന ഒരാൾ. അപ്പോൾ മധുചേട്ടൻ ഞങ്ങളുടെ ഫാമിലിയുടെ ഏറ്റവും ടഫ് ടൈംസിൽ പോലും എപ്പോഴും മധുചേട്ടൻ എന്ന വ്യക്തി ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാവില്ലായിരുന്നു. അപ്പം അത്രയും ഏറ്റവും വലിയൊരു പില്ലർ ഓഫ് സപ്പോർട്ട്. പിന്നെ മധുചേട്ടൻ എന്ന് പറയുമ്പം ഒരു തണൽ. അതൊക്കെയാണ് മധുചേട്ടനെ കുറിച്ച് പറയാനുള്ളത്. ഒരു വൻ മരമാണ് അതെ. പിന്നെ പറയാനുള്ളതൊക്കെ ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ പബ്ലിക്കായിട്ട് വായിക്കുന്നത്. എന്നോട് പറഞ്ഞത് വീട്ടിൽ വിളിക്കുന്ന പേര് വെച്ച് എഴുതണം. ഇവിടെയുള്ളവരൊക്കെ ചതിച്ചതാ. തീർച്ചയായിട്ടും ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു മധുചേട്ടന്റെ വാമഭാഗമാകാൻ കഴിഞ്ഞതിൽ. ഇവിടെ ഒരു ഉമ്മയ്ക്കൊരു ചാൻസ്. ഞാൻ ഉമ്മ കൊടുത്ത 2 കവളും കുഴിഞ്ഞിരിക്കണത്. ഇതാ ആ പുഷ്പം സ്വീകരിക്കൂ. ലേറ്റ് ആയല്ലോ. താങ്ക് യു. ഇനി ആ ഗ്യാസ് കുറ്റി ഒന്ന് പൊട്ടിച്ചു അതെ, ഗ്യാസ് കുറ്റിക്ക് മുമ്പ് ഇത് ഇത് കവർ. ഓക്കെ, ഇത് കല്യാണത്തിന് മുമ്പ് ഞാൻ കൊടുത്തതാ. ഏത് ഈ സെയിമോ? ആ, ആദ്യമായിട്ട് എനിക്ക് തന്ന ഒരു ഗിഫ്റ്റാണ് അത്. ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ദിവ്യ സൂക്ഷിക്കുന്ന കാര്യത്തിൽ ഭയങ്കര മിടുക്കിയാണ്, ഭയങ്കര സൂക്ഷ്മതയാണ് എല്ലാത്തിനും. ഈ സൂക്ഷ്മത കാരണം കൂടി ചിലപ്പോൾ അത് അന്വേഷിച്ചാൽ കിട്ടാറുമില്ല. അത് എവിടെയാ സൂക്ഷിച്ചെന്ന് ദിവ്യക്ക് ഓർമ്മയില്ല. എവിടെയാ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? എവിടാന്ന് അറിഞ്ഞു. ഭദ്രമായിട്ട് ഇരിക്കുന്നുണ്ടാവും. അതെ, അങ്ങനെ സൂക്ഷിച്ചു വെച്ച ഒരു സാധനമാണ് ഇത്. ഇതാണ് അത് ചേച്ചി വാങ്ങിച്ചോ? അപ്പൊ ഈ പാവയ്ക്ക് എത്ര വയസ്സ് കാണും? 25. ഓ, 25 വയസ്സുള്ള പാവാണ്. ഇനി ചേട്ടാ, ഇതെന്താണെന്ന് അറിയാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്തൊക്കെയോ തോന്നുന്നു. ഞങ്ങള് വാലന്റൈൻസ് ഡേ അങ്ങനെ ആഘോഷിക്കാറില്ല, അതാണ് സത്യമാണ്. ഞങ്ങൾ ആഘോഷിക്കുന്നത് ഒന്ന് വെഡിങ് ആനിവേഴ്സറി, പിന്നെ ബർത്ത്ഡേസ്. ഇതാണ് ഞങ്ങള് മെയിനായിട്ട് ആഘോഷിക്കാറ്. എന്നാൽ ഇപ്രാവശ്യത്തേക്ക് ഒരു ഗിഫ്റ്റ്. പ്രസവം എടുക്കുന്ന പോലെയാണ്. അയ്യോ, പ്രസവം എടുക്കണ പോലെ ആദ്യം കാലം. ഓക്കെ, അപ്പൊ ആ ബണ്ണിയുടെ ഓർമ്മയ്ക്ക് പുതിയൊരു ബണ്ണി വാലന്റൈൻസ് ഡേക്ക്. സോഫ്റ്റ് ടോയ്സ് ഭയങ്കര ഇഷ്ടമാണോ ചേച്ചിക്ക്? ഇഷ്ടല്ലേ? ആ, സോഫ്റ്റ് ടോയ്സ് ഭയങ്കര ഇഷ്ടമാണ്. അതാണല്ലോ കുട്ടു കുഞ്ഞു. ഓക്കെ, ഇനി ചേച്ചിയുടെ നല്ല കനത്തിലുള്ള ഗിഫ്റ്റാ. മധുചേട്ടന് ഞാൻ ആദ്യമായിട്ട് ഗിഫ്റ്റ് ചെയ്തത് ശരിക്കും 9 റെഡ് റോസസിന്റെ ഒരു ബൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. 9 റെഡ് റോസസിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? അത് ശരിക്കും സിമ്പിൾ ഓഫ് ലവ്, എറ്റേണിറ്റി. നീ എന്താ സിംഗിൾ ആയിട്ട് നടക്കണേന്ന് ചോദിച്ചില്ലേ? ഇതാ കേട്ടാ. ഇതിനൊക്കെ അർത്ഥം ഉണ്ടെന്ന് ആർക്കെങ്കിലും അറിയോ? കുറച്ച് പൂവങ്ങൾ കെട്ടി വെച്ച് കൊടുക്കും, അത്രയല്ലേ. 9 റോസ് ആണോ നീ നോക്കും മീനാക്ഷി? 9 ഉണ്ട്. 9 ഉണ്ട്. കഴിഞ്ഞിട്ടില്ല, ഞങ്ങളുടെ നിലവറ തുറന്നിട്ടുള്ളൂ. ഞാനിങ്ങനെ മധുചേട്ടൻ നേരത്തെ പറയുന്ന പോലെ ഒരു ഇമാജിനറി വേൾഡിലാണ് ജീവിക്കുന്നതെന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കാർഡ്സ്, അതിലുള്ള വേർഡ്സ് അത് മാർക്ക് ചെയ്യുക, അങ്ങനെ കൊടുക്കുക, അതൊക്കെ പണ്ടേ ഉള്ളൊരു ശീലമാണ്. ഞാൻ എല്ലാ വർഷവും മധുചേട്ടൻ ഇതുപോലെ ആർച്ചീസ് ആട് വാങ്ങിച്ച് എല്ലാ വർഷവും ഓരോരോ മൊമെന്റ്സിലും കൊടുക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് 2 കാർഡ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ മധുചേട്ടൻ അറിയാൻ അതിൽ എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ അതാണ്. അല്ല, അത് തുറന്നു കാണിക്ക് ഞങ്ങളെ. മറ്റേ ലെറ്റർ വായിച്ചു കഴിഞ്ഞിട്ട് പേടിയാവുന്നു ചേച്ചിക്ക് തുറക്കാൻ. യു മേക്ക് മൈ ഹാർട്ട് സിംഗ്. The closer we become, the more I realize how lucky I am to have you in my life. So much fun to be with you, and I always look forward to spend time together whenever possible. It doesn't matter what we are doing as long as I'm with you. ഇത് കാർഡുകാര് പ്രിന്റ് ചെയ്തതാട്ടോ. നിന്റെ വായിലൊക്കെ കണ്ടപ്പോ ഇങ്ങനെ വരച്ചിട്ടിട്ടുണ്ട് പറയാനുള്ളത്. Sweetheart, I love that even when life isn't perfect, we are perfect for each other. Come on. Life isn't perfect. And every day, in every way, I love being with us with you. Aha, being us with you. എന്തൊരു അർത്ഥവത്തായ വരികൾ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഏതോ ചെറുക്കനും പെണ്ണൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നുണ്ട്. Luckiest day of my life was the day I met you. ഇനി രണ്ടാമത്തെ, love feels so right with you. അർത്ഥവത്തായ
5-6 വരികൾ. എനിക്ക് ഈ ദിവ്യ. മാസമാണ് ഇഷ്ടപ്പെട്ടത്. ഐ ലവ് ദറ്റ് ഈവൻ വെൻ ലൈഫ് ഇസ് ഇൻ പെർഫെക്റ്റ് വി ആർ പെർഫെക്റ്റ് ഫോർ ഈച്ച് അതർ. കം ഓൺ. എനിക്ക് അതാണ് ചേച്ചി ഇഷ്ടമായത്. ഇഷ്ടായല്ലേ? ഞാൻ അങ്ങനെ ജീവിതത്തെ കാണുന്നത്. ഒന്നും ശരിയല്ലെങ്കിലും ഞാൻ ശരിയായി. ആ വാക്കുകൾക്ക് ഇത്ര അധികം അർത്ഥം ഉണ്ടായിരുന്നു. ആണോ? ഓക്കെ. അതവൻ അതിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. ദേ Thank you സൈക്കിള്. so much. ഇതെന്താ ഇത് ഞാനും താനും ആണല്ലേ? ഓക്കെ. ആ, ഓക്കെ. ഇങ്ങനെ എപ്പോഴെങ്കിലും സൈക്കിളിൽ ഇരുന്നുണ്ടോ രണ്ടുപേരും? പിന്നെ ഇരുന്നിട്ടുണ്ട്. ഇരുന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഞാൻ വിചാരിച്ച ഒരു സാങ്കല്പിക ബൈക്കിൽ വരുന്നിട്ടുണ്ട്. ഇരുന്നിട്ടുണ്ട്. യെസ്. ഓക്കെ, ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ. ഇനിയുണ്ട്, കഴിഞ്ഞിട്ടില്ല. അതെ, ഈ ഒരു ചെറിയ പെട്ടി. ഞങ്ങൾ ഏറ്റവും കൂടുതൽ പിടിക്കാൻ കഷ്ടപ്പെട്ട ഗിഫ്റ്റ് ഇതാണ്. ഇത് എന്റെ ആണല്ലേ? ഓക്കെ. സോറി, ചെറിയൊരു തെറ്റ് പറ്റിപ്പോയി. അത് ചേട്ടൻ അങ്ങോട്ട് കൊടുക്കാനുള്ള ഗിഫ്റ്റ് ആയിരുന്നു. എന്നെ ഇവിടുന്ന് കണ്ട ഇപ്പോ പാവയൊക്കെ വെക്കാനായിട്ട് വഴി ഗിഫ്റ്റിലെ വരെ സംഗീതം. അതെ. ഇതും ഞാൻ കല്യാണത്തിന് മുമ്പ് ഇതൊരു സംഭവം കൊടുത്തായിരുന്നു. ആ ഒരു ഓർമ്മയ്ക്കാണ്. ഓക്കേ. So nice. ഇനി ഇവരുടെ ഒരു റാം വാക്ക്. എന്നാ സ്റ്റൈല്, എന്നാ ഡ്രസ്. റാംബോക്ക് നടക്കാൻ പറഞ്ഞപ്പോ ഒരു ജയനൊക്കെ കേറിയില്ല പെട്ടെന്ന്. ആ നെഞ്ചുരിച്ച് നടക്കണ്ടേ? അപ്പൊ എന്തായാലും മത്സേട്ടാ, ചേച്ചി ഒരുപാട് സന്തോഷം. നമ്മുടെ ഈ ഒരു February 14th നമ്മളിങ്ങനെ ആഘോഷിച്ചു വരികയാണ്. അപ്പൊ നിങ്ങളുടെ കഥകളും നിങ്ങളുടെ ഓർമ്മകളൊക്കെ കേട്ട് നമ്മുടെ സന്തോഷം ഇരട്ടിയായി. അപ്പൊ ഒരുപാട് ഞങ്ങൾക്കും വളരെ സന്തോഷം. സന്തോഷം.